ദക്ഷിണേന്ത്യയിലെ വളരെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലുള്ള ഹൊഗനക്കൽ. ഹൊഗനക്കൽ എന്ന കന്നഡ പേരിൻ്റെ അർത്ഥം പുകയുന്ന കല്ലെന്നാണ്. കാവേരി നദി താഴ്വരയിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്നും പുക ഉയരും പോലെ മുകളിലേക്ക് നീരാവി പൊങ്ങിപ്പോകുന്നത് കാണുമ്പോൾ പാറക്കല്ലുകൾ പുകയുന്നതാണെന്ന് തോന്നും. പെന്നഗ്രാം താലൂക്കിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടവും അതുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഹൊഗനക്കലിൽ എത്തിയ ദിവസം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ 2 ദിവസം മുന്നേ പെയ്ത കനത്ത മഴ കാവേരി നദിയിലെ മേട്ടൂർ ഡാം നിറഞ്ഞു കവിഞ്ഞതിനാൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വിട്ടതിൻ്റെ ഫലമായി ഹൊഗനക്കലിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ കൊട്ടവഞ്ചി തുഴയലും പുഴയിലെ കുളിയും നിരോധിച്ചിരുന്നു. കൊട്ടവഞ്ചി തുഴയുന്നവരൊക്കെ അവരുടെ വഞ്ചികൾ കരയിൽ കയറ്റി വെച്ചു. പോലീസ് കാവലാണ് അവിടെ ഉണ്ടായിരുന്നത്. പുഴയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് പുഴയിൽ നിന്നും പിടിക്കുന്ന ഫ്രഷായ മീനുകൾ വിൽക്കുന്ന മാർക്കറ്റ്. ഈ മീനുകൾ അവിടെ നിന്ന് വാങ്ങി നമ്മൾക്ക് അപ്പോൾ തന്നെ കറി വച്ചും വറുത്തും നൽകുന്നതിന് നിരവധിയായ സ്ത്രീകൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ വാഹനം ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്മളെ സമീപിക്കും. നല്ല കറിയും അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിത്തരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട്. നല്ല പിടപിടക്കണ മീനാണ്. പിടിച്ചു കൊണ്ടുവന്ന ഉടൻ തന്നെ ലൈവായി കറിയും വറവും ഒക്കെ ആക്കി തരുന്ന നല്ലൊരു ഫുഡ് സ്ട്രീറ്റാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന. അവിടുത്തെ പ്രാദേശിക ഭക്ഷണ രുചി അനുഭവിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് ഇവിടെയുള്ളത്. മസാലയൊക്കെ പ്രകൃതിദത്തമായ മസാലകൾ അരകല്ലിൽ അരച്ച് മാത്രമാണ് കറികളിൽ ഉപയോഗിക്കുന്നത്. മിക്സി ഉപയോഗിക്കാറില്ല. അതുപോലെ അടുപ്പിൽ വിറക് മാത്രമാണ് കത്തിക്കുന്നത്. നല്ല എണ്ണയിൽ, തിളച്ച എണ്ണയിൽ വറുത്തെടുക്കുന്ന മീൻ വറവും മറ്റ് വിഭവങ്ങളും കൗതുകകരമായൊരു കാഴ്ചയും അതോടൊപ്പം തമിഴ്നാടിൻ്റെ തനതായ ഭക്ഷണ രുചി അനുഭവിച്ചറിയാനുള്ളൊരു അവസരവും കൂടിയാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ മീൻ പിടിച്ച് അവിടുത്തെ ലൈവ് കറിയാക്കി നമുക്ക് നൽകുന്ന ആൾക്കാർ ആണിത്. തൊട്ടപ്പുറത്ത് പുഴ ഇങ്ങനെ കുത്തി ഒഴുകുകയാണ്. ഹൊഗനക്കലിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. കംപ്ലീറ്റ് ലീവായില്ലേ? ക്ലോസ് ആയില്ലേ?
മിക്സിയില്ല, അടുപ്പ് എല്ലാം നാച്ചുറലാണ്. എല്ലാം അടുപ്പിൽ കത്തിച്ചിട്ടും വിറകാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ മസാലയൊക്കെ അരക്കുകയാണ് ചെയ്യുന്നത്, മിക്സിയല്ല. വിറക് അടുപ്പ്, സാധാരണ അടുപ്പ്. മസാലയൊക്കെ അരച്ച് അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് മസാല ഉണ്ടാക്കുക അല്ലേ? മിക്സി ഇല്ല, ഗ്യാസ് സ്റ്റൗ ഇല്ല, എല്ലാം വിറക്. അമ്മിക്കല്ല്. per piece. வாங்கிச்சு கொடுக்கலாம். பொரிச்சு போடு. 200. ஆமாம். சாம்பார் ஃபிஷ் சாம்பார் வச்சா 200 ரூபாய் ஒரு கேஜிக்கு. டேஸ்ட் பண்ணி பார்க்குறீங்களா? சிக்கன் கிரேவி. இப்போ இதெல்லாம் வாங்கி வச்சுட்டா சிக்கன், இது ஒயிட் ரைஸு, இது ரசமா. ഇത് ടേസ്റ്റ് നോക്കാൻ തന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഒരു സാമ്പിൾ തന്നതാണ്, ചിക്കൻ ഗ്രേവിയുടെ സാമ്പിളാണ്. ഇന്ന് ഇവിടെ എല്ലാം ക്ലോസ് ആയതുകൊണ്ട് ഇവർക്ക് വലിയ നഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങി പോകേണ്ടതാണ്. എല്ലാം അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ മുറിച്ച് മഞ്ഞളും മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. അടുപ്പിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു என்ன மீன்? பழைய மீன் சாப்பாடு பிரியாணி